സിവിയർ ആയിട്ടില്ലെങ്കിൽ നമ്മൾ അത്രയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടി ആയിട്ടുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസി അതുപോലെ തന്നെ രക്തക്കുറവ് എന്നുള്ള രണ്ട് കണ്ടീഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചെറുതായിട്ട് ചെറിയൊരു ഓവർവ്യൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഇത് കൂടുതലായിട്ട് നമ്മളെ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കൂടുതലായിട്ടും ഇത് ഫീമെയിൽസിലാണ് കാണപ്പെടുന്നത്. നമ്മളെ ക്ലിനിക്കിലൊക്കെ നമ്മൾ ഏതൊരു സ്ത്രീകള് പൊതുവെ ഏത് കണ്ടീഷൻ ആയിട്ട് വരികയാണെങ്കിലും അവരുടെ ബ്ലഡ് ഒന്ന് വെറുതെ ചെക്ക് ചെയ്താലും അപ്പോൾ അവരുടെ ഈ ഒരു അസുഖത്തിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും അവർക്ക് രക്തക്കുറവ്, അല്ലെങ്കിൽ മെയിൻലി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി. ഇതൊക്കെ മെയിൻലി വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ്. പക്ഷെ ഇതൊന്നും ആരും അത്ര ശ്രദ്ധിക്കപ്പെടാതെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിയാക്കി എടുക്കാനും ഒരുപാട് കണ്ടീഷൻസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാനും പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം പക്ഷെ ഇതിനെക്കുറിച്ച് അത്ര അവെയർ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പൊതുവെ ഇത് എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ ഇത്രയും രക്തക്കുറവ് വരാൻ കാരണം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം രക്തക്കുറവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളെ ബ്ലഡിന് ചുവപ്പ് കളർ നൽകുന്ന ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു എലമെന്റ് ഉണ്ട്. ഈ ഒരു എലമെന്റ് നമ്മളൊരു 100 ml നോർമലി 12 to 14 ഫീമെയിൽസിൽ, സ്ത്രീകളിൽ 12 to 14 വരെയാണ് കാണപ്പെടുക നോർമലി. ആ ഒരു അളവിൽ നിന്ന് കുറയുമ്പോഴാണ് നമ്മൾ അതിന് രക്തക്കുറവ് എന്ന് പറയുന്നത്. ഒരു 11 മുതൽ 12 വരെയൊക്കെ വലിയ കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിലും 11-ൽ താഴെ അല്ലെങ്കിൽ 10-ൽ താഴെയൊക്കെ ആവുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലിനിക്കലി അവർ അനീമിക് ആണ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് അനീമിയ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള വൈറ്റമിൻസ്, മിനറൽസ്, ഇതിന്റെയൊക്കെ ഡെഫിഷ്യൻസികളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വൈറ്റമിൻ അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് എന്നും പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇത് കോമൺലി സ്ത്രീകളിൽ കാണപ്പെടുന്നത്, കോമൺ ആയിട്ട് വളരെ അധികം സ്ത്രീകളിൽ കാണപ്പെടുന്നത് എന്ന് വെച്ചാല് ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് സ്ത്രീകൾ അവരുടെ ഭക്ഷണ രീതികളിൽ അത്ര അവെയർ അല്ല, അല്ലെങ്കിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല. അവർക്കൊരു ഫാമിലി അല്ലെങ്കിൽ ഒരു കുടുംബത്തെ മുഴുവൻ ശ്രദ്ധിക്കേണ്ട ചുമതല ഏറ്റെടുക്കുന്ന സമയത്തൊക്കെ സ്ത്രീകൾ പൊതുവെ അവരുടെ ഭക്ഷണ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ അത്ര ശ്രദ്ധ കൊടുക്കാത്ത, അല്ലെങ്കിൽ സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു എലമെന്റിന്റെ കുറവ് വേണമെങ്കിൽ നമുക്ക് ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇതാണ് മെയിൻ കാരണം. ഭക്ഷണത്തിൽ ശരിയായ അളവില് നമുക്ക് കിട്ടേണ്ട ന്യൂട്രിയൻസ് കിട്ടാതാവുമ്പോഴാണ് ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നത്. അതുപോലെ രണ്ടാമതായിട്ട് സ്ത്രീകൾ എന്ന് പറയുന്നത് ഓരോ ജീവിത സാഹചര്യങ്ങളിലും അല്ലെങ്കിൽ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ഓരോ അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവരുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണൽ വ്യതിയാനങ്ങളും അതുപോലെ തന്നെ ഇപ്പോ ആദ്യം തന്നെ നമ്മളൊരു പ്യൂബേർട്ടി ആ ഒരു സ്റ്റേജ്, അഡോളസെന്റ് സ്റ്റേജ് ആവുമ്പോൾ തന്നെ നമുക്ക് മെൻസസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പീരിയഡ്സ് ആവുന്ന ആ ഒരു സ്റ്റേജ്, അത് കഴിയുമ്പോഴത്തേനും നമുക്ക് പിന്നീട് പ്രഗ്നൻസി, അതിനുശേഷം പോസ്റ്റ് പാർട്ടം, മദർഹുഡ്, ഇങ്ങനെ പല പല ഡിഫറെന്റ് സ്റ്റേജസിലൂടെ സ്ത്രീകൾ കടന്നു പോകുന്ന സമയത്ത് പല ഹോർമോണൽ വ്യതിയാനങ്ങളും അതുപോലെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പല പല ചേഞ്ചസ് വരുന്നത് കൊണ്ട് തന്നെ സ്ത്രീകൾക്കാണ് ഇത് കോമൺ ആയിട്ട് കാണുന്നത്. അപ്പം ഓരോ സ്റ്റേജിലും അവർ കഴിക്കേണ്ട ഭക്ഷണങ്ങളാണെങ്കിലും അവർക്ക് കൊടുക്കേണ്ട ശ്രദ്ധയാണെങ്കിലും ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ എക്സസൈസ്, ലൈഫ് സ്റ്റൈൽ രീതികളിലാണെങ്കിലും പല പല രീതിയിലുള്ള കെയർ സ്ത്രീകൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു കെയർ പലപ്പോഴും കുറയുന്നതിന്റെ കാരണമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള സ്ത്രീകളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ജീവിത രീതികളിൽ ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടും എന്താണ്, അവര് വളരെ പ്രോൺ ആണ്, അല്ലെങ്കിൽ അവർക്ക് ഇത് വരാൻ അതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്ന് പറയാം. പിന്നീട് വരുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് മെൻസ്ട്രേഷൻ, അതായത് പീരിയഡ്സിൽ നമുക്ക് ഒരുപാട് ബ്ലഡ് ലോസ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ പാല് കൊടുക്കുന്ന മദേഴ്സ്, ഉമ്മമാർക്കും അതൊക്കെ നമ്മളെ ശരീരത്തിൽ നിന്ന് കുറെ പോഷകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ലോസ് ആവുന്ന കണ്ടീഷൻസ് ആണ്. അപ്പം ഇതുകൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്. അതുപോലെ സ്ത്രീകൾ പൊതുവെ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ സ്ട്രെസ്, ഇതിനൊക്കെ കുറച്ചും കൂടി കോമൺ ആയിട്ട് ഇവർക്കാണ് എന്ത് ചെയ്യുന്നത്, സ്ട്രെസ് ആണെങ്കിലും ഓവർ തിങ്കിങ് ആണെങ്കിലും ഒക്കെ നമുക്ക് പൊതുവെ സ്ത്രീ ജനങ്ങൾക്ക് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ കാരണം കൊണ്ടാണ് സ്ത്രീകളിൽ അനീമിയ കൂടാൻ ഉള്ള ചാൻസ് വരുന്നത്. അപ്പോ ഇതിനി നമുക്ക് ഓരോന്നിനെയും ഡിസ്കസ് ചെയ്യാം. അപ്പം ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ
നമ്മുടെ ഈ ഒരു ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന സാധനം, ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന എലമെന്റ് നമുക്ക് ഇത് ഉണ്ടാവുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെയാണ്. ഇത് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ആവശ്യമായ പോഷകങ്ങൾ വലിച്ചെടുത്തുകൊണ്ട് തന്നെയാണ്. അപ്പം അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന സാധനമാണ് അയൺ എന്ന് പറയുന്ന അയൺ. അപ്പം അയൺ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് ആവശ്യമായ ശ്രദ്ധ കൊടുക്കാതിരിക്കുമ്പോൾ അയൺ എന്ന് പറയുന്നത്, അതുപോലെ തന്നെയാണ് ബാക്കി വരുന്ന ന്യൂട്രിയൻസ് ആയിട്ടുള്ള സിങ്ക്, അതുപോലെ മഗ്നീഷ്യം, ഇതുപോലുള്ള ഒരുപാട് എലമെന്റ്സ്, ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പുവർ ഡയറ്റ് ആണെങ്കിൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിലല്ലെങ്കിൽ, നമ്മൾ എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്, പക്ഷെ നമ്മളെ വിശപ്പടങ്ങാൻ വേണ്ടി മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിശപ്പടങ്ങൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ കറക്റ്റ് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, പിന്നെ എനിക്ക് എന്തുകൊണ്ടാണ് വരുന്നത്. നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറയും നിങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കലില്ലേ, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാനൊക്കെ കഴിക്കുന്നുണ്ട്, നമ്മൾ സമയത്തിന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടാവും, പക്ഷേ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ആവശ്യമായ അളവിൽ നമ്മൾ കഴിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് പുവർ ഡയറ്റ് അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ കൊണ്ടാണ് മെയിൻലി വരുന്നത്. അതായത് ഈ ഒരു ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെയാണ് നമ്മൾ ശരീരം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ പീരിയഡ്സിന്റെ സമയത്ത്, മെൻസ്ട്രുവേഷന്റെ സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ലോസ് ആവുന്നുണ്ട്. അപ്പം ഈ ഒരു സമയത്ത്, ഈ ബ്ലഡ് ലോസ് ആവുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ കെയർ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ബ്ലഡ് ലോസ് ആവുന്ന സമയത്ത് ഇപ്പോൾ ചില ആളുകൾക്ക് ബ്ലീഡിങ്, നമ്മുടെ ബ്ലീഡിങ്ങിന്റെ അളവോ അല്ലെങ്കിൽ ബ്ലീഡിങ് നോർമലി എല്ലാവർക്കും പീരിയഡ്സ് ആവുന്നുണ്ട്, ബ്ലീഡിങ് ആണ്, നമ്മൾ ആ ഒരു രീതിയിൽ അതിനെ എടുക്കുന്നത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എടുക്കുന്നതിന് പകരം നമ്മൾ കുറെ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിന് ഒരുപാട് ബ്ലഡ് ലോസ് ആവുന്നുണ്ടെങ്കിൽ, ഈ ഒരു ബ്ലഡ് ലോസിന് എന്താണ്, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായ ഭക്ഷണം, ഇപ്പോ ബ്ലഡ് കൂടുന്ന ഭക്ഷണങ്ങൾ ആ സമയത്ത് കഴിക്കുക, നമ്മുടെ എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്ന, നമ്മുടെ ബോഡീനെ ഹെൽത്തി ആയി ഹൈഡ്രേറ്റ് ആയി കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ആ സമയത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഇതൊന്നും കൃത്യമായ രീതിയിൽ കെയർ ചെയ്യാതെ ഒരുപാട് ബ്ലഡ് ലോസ് ഒക്കെ ശരീരത്തിൽ നിന്ന് ഉണ്ടാവുന്ന സമയത്തും എന്താണ്, നമുക്ക് അനീമിയന്റെ കണ്ടീഷൻ സ്ത്രീകളിൽ കോമൺ ആയിട്ട് വരും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാല് കൊടുക്കുന്ന സമയത്തും ശരീരത്തിൽ നിന്ന് ഒരുപാട് നമ്മളെ ആവശ്യത്തിന് നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ, ഫീഡിങ് മദേഴ്സിന് ആവശ്യമായ ഭക്ഷണം പോഷകങ്ങൾ കഴിക്കാതിരിക്കുന്ന സമയത്ത്, ബേബിക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് മദറിന് എന്ത് ചെയ്യുന്നില്ല, ബോഡിയിലേക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ലഭിക്കാതെ വരുമ്പോൾ അനീമിയ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ സ്ട്രെസ് അല്ലെങ്കിൽ ഒരുപാട് ഓവർ തിങ്കിങ് ഒക്കെ വരുന്ന സമയത്ത് ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി വളരെയധികം കുറയുകയും ഹീമോഗ്ലോബിന്റെ ഉൽപാദനം കുറയുകയൊക്കെ ചെയ്യുന്ന സമയത്തും എന്താവാം, നമുക്ക് അനീമിയ പോലുള്ള കണ്ടീഷൻ വരാം. ഇനി അനീമിയ പല തരത്തിലുണ്ട്. എന്താണ്, രക്തക്കുറവ് എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ഒരേപോലെയുള്ള ഒരേ സാധനത്തിന്റെ കുറവ് കൊണ്ട് അങ്ങനെയല്ല അനീമിയ വരുന്നത്. പല പല രീതിയിൽ പല ടൈപ്സ് ഉണ്ട് അനീമിയക്ക്. ഇത് വരാനുള്ള കാരണത്തിൽ തന്നെ ഒന്നെങ്കിൽ ശരീരത്തിൽ നിന്നുള്ള ഉൽപാദനം കുറഞ്ഞത് കൊണ്ട് നമുക്ക് വരാം, അതല്ലാന്നുണ്ടെങ്കിൽ ശരീരത്തിൽ നിന്ന് ഒരുപാട് രക്തം പോകുന്നത് കൊണ്ട്. ഇപ്പൊ പൈൽസ് പോലെയുള്ള കണ്ടീഷനൊക്കെ ആണെങ്കിൽ, പൈൽസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് എന്താണ്, ഈ അവർക്ക് ബ്ലഡ് ലോസ് ആവുന്നുണ്ട്, ബാത്റൂം പോകുന്ന സമയത്ത് ബ്ലഡ് ലോസ് ആവുന്നതിലൂടെ, അങ്ങനെയും ബ്ലഡ് ലോസ് വരുന്നതിലൂടെ അവർക്ക് അനീമിയ വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റേണൽ ബ്ലീഡിങ്, അൾസർ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടീഷൻ, വയറിലൊക്കെ പുണ്ണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് ഇന്റേണൽ ആയിട്ട് എന്തെങ്കിലും ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ബ്ലഡ് ലോസിലൂടെ നമുക്ക് അനീമിയ വരാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിൽ നിന്ന് ആവശ്യത്തിലധികം ബ്ലഡ് വെറുതെ എന്ത് ചെയ്യുക, ഡിസ്ട്രക്റ്റ് ആയിട്ട് പോവുക. അതായത് നമ്മളെ ശരീരത്തിൽ എന്തെങ്കിലും ഇത് നോർമലി കാണുന്നതല്ല, അതായത് ഡിസ്ട്രക്റ്റ് ആയിട്ട് ബ്ലഡിന്റെ ഡിസ്ട്രക്ഷൻ സംഭവിച്ചിട്ട് നോർമൽ അല്ലാത്ത രീതിയിൽ ബ്ലഡിനെ ഡിസ്ട്രോയ് ചെയ്തിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് അനീമിയ ഉണ്ട്. നമ്മൾ കോമൺലി നമുക്ക് വരുന്നത് എന്താന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ട് അല്ലെങ്കിൽ ബ്ലഡ് ലോസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കോമൺലി അനീമിയ വരുന്നത്. ഇനി അനീമിയയിൽ തന്നെ നമുക്ക് പറയാം അയൺ ഡെഫിഷ്യൻസി അനീമിയ. ഇതാണ് മോസ്റ്റ് കോമൺലി കാണപ്പെടുന്ന അനീമിയകളിൽ ഒന്ന് എന്ന് പറയുന്നത് അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയുന്നതാണ്. അതുപോലെ രണ്ടാമതായിട്ട് വരുന്നത് ഫോളേറ്റ് ഡെഫിഷ്യൻസി. അതുകൊണ്ടാണ് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനൊക്കെ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് കഴിക്കാൻ കൊടുക്കാറുണ്ട്. ഫോളിക് ആസിഡ് കുഞ്ഞിന്റെ
ഡെവലപ്മെന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ ബ്ലഡ് സെല്ലിന്റെ ഡെവലപ്മെന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്, ഫോളേറ്റ് എന്ന് പറയുന്ന വൈറ്റമിൻ B9 എന്ന് പറയുന്ന സാധനം. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ആണ്. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ വരാം. അതുപോലെ ഇതാണ് മോസ്റ്റ് കോമൺലി നമ്മൾ കാണപ്പെടുന്ന അനീമിയകൾ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഓരോന്നും അയൺ ഡെഫിഷ്യൻസി അനീമിയ വരാൻ എന്താണ് കാരണം, അയൺ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ കൃത്യമായി കഴിക്കാത്തത് കൊണ്ട് നമുക്ക് വരുന്നതാണ്. അല്ലെങ്കിൽ എന്താണ്, അയൺ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും നമ്മളെ വയറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമ്മളെ ശരീരം ഇത് കൃത്യമായ അളവിൽ അബ്സോർബ് ചെയ്ത് എടുക്കാത്തത് കൊണ്ട് നമുക്ക് അനീമിയ വരാം. ഇപ്പം രണ്ട് ടൈപ്പിലാണ് അയൺ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൃത്യമായ അളവിൽ അയൺ കഴിക്കാത്തത് കൊണ്ട്, ഇല്ലെങ്കിൽ ഈ നമ്മൾ കഴിക്കുന്ന അയണുകളൊന്നും എന്താണ് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്ത് എടുക്കാത്തത് കൊണ്ട് നമുക്ക് അയൺ ഡെഫിഷ്യൻസി വരാം. ഇനി വൈറ്റമിൻ B12 എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ, ഈ ഒരു വൈറ്റമിൻ നമ്മളെ ഫുഡിലൂടെ കഴിക്കുന്നുണ്ടെങ്കിലും ഇതും നമ്മളെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യപ്പെടാതെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അനീമിയ വരാം. ഇതൊക്കെ അതുപോലെ ഫോളിക് ആസിഡ് ആണെങ്കിലും നമ്മളെ ശരീരത്തിൽ ഈ ഒരു ബ്ലഡിന്റെ ഉൽപാദനത്തിന് അല്ലെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം യൂസ് ചെയ്യുന്ന കുറച്ച് എലമെന്റ്സ് ആണ് അല്ലെങ്കിൽ വൈറ്റമിൻസ് ആണ് എന്ത്, വൈറ്റമിൻ B12 അല്ലെങ്കിൽ B9 എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. അപ്പൊ ഇതൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ കാണപ്പെടുന്നത് നോക്കാം. പല രീതിയിൽ പല ആളുകൾക്ക് പല രീതിയിലാണ് ഇത് കാണാം. ഒരാൾക്ക് വന്നതുപോലെ ആയിരിക്കില്ല അടുത്ത ആൾക്ക് ഉണ്ടാവുക. പല ആളും പല പല സിംറ്റംസ് വെച്ചിട്ടാണ് നമ്മുടെ അടുത്ത് വരിക. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്തായിരിക്കും ഇത് അനീമിയ ആണ് അല്ലെങ്കിൽ രക്തക്കുറവാണ്, വേറൊരു ഡിസീസും ആയിട്ടായിരിക്കും അവർ വരുന്നത്. പക്ഷെ ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന കാരണമായിരിക്കും എന്ത്, അനീമിയ എന്ന് പറയുന്നത്. അപ്പോ അതിൽ മെയിനായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് സ്ത്രീകളെ പൊതുവെ ആരാണെങ്കിലും ഭയങ്കര കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സാധനമാണ് എന്ത്, ക്ഷീണം എന്ന് പറയുന്നത്, ഭയങ്കര തളർച്ച. അനീമിയയിലേക്ക് പോകുന്ന സമയത്ത് തന്നെ എന്താണ്, തളർച്ച ഭയങ്കരമായിരിക്കും. നല്ല ക്ഷീണം, നല്ല തളർച്ച, ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, കുറച്ച് സ്റ്റെപ്പ് കയറുമ്പോഴേക്ക് കിതപ്പ് വരിക, അല്ലെങ്കിൽ കുറച്ചു നേരം നടക്കുമ്പോഴത്തേനും കിതപ്പ് വരിക, അല്ലെങ്കിൽ എപ്പോഴും കിടക്കാൻ തന്നെ തോന്നുക, അല്ലെങ്കിൽ എപ്പോഴും ഉറങ്ങാൻ തന്നെ തോന്നുക. ചില ഉമ്മമാരൊക്കെ പറയുന്നത് കേൾക്കാം, ഈ ഒരു അഡോളസന്റ് ഏജിലുള്ള മക്കൾ അല്ലെങ്കിൽ പീരിയഡ്സ് ഈ ഒരു നമ്മുടെ ഒരു 15 മുതൽ ഒരു 19 അല്ലെങ്കിൽ 20-22 വയസ്സിന്റെ ഇടയിലുള്ള പെൺകുട്ടികളൊക്കെ ചില ഉമ്മമാര് പറയുന്നത് കേൾക്കാം, ഇവൾ ഏത് നേരം ഉറങ്ങാണ്, എപ്പോഴും ഉറങ്ങ തന്നെയാണ്, ഒരു പണിയും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന ചില കുട്ടികളുടെ കേസിൽ അവർക്ക് ചിലപ്പോൾ ഈ ഒരു അനീമിയ കാരണമായിരിക്കാം. നമുക്കത് നോട്ടീസ് ചെയ്യുന്നില്ല. കാരണം ആ ഒരു ഏജിൽ അവർക്ക് ഒരുപാട് സ്ട്രെസ് അല്ലെങ്കിൽ അവരുടെ തന്നെ ശരീരവും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഹോർമോണൽ ഇംബാലൻസസ് ഒരുപാടുള്ള സമയമാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഇവർക്ക് ചിലപ്പോൾ ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ഫുഡിനോടോ നമുക്ക് ആവശ്യമായ ശരീരത്തിന് ആവശ്യമായ ഫുഡ് കഴിക്കണമെന്ന് അവർക്ക് അതിനൊന്നും ഉള്ള ഒരു പക്വത അവർക്ക് എത്തിയിട്ടുണ്ടാവില്ല. എന്നാൽ അവർക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാനും തോന്നുന്ന ഒരു ഭയങ്കര ഒരു ആ ഒരു സ്റ്റേജ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. ഈ ഒരു പീരിയഡ്സ് ആവുന്ന വയസ്സറിയിക്കുന്ന ഒരു പ്രായം മുതൽ കുറച്ചൊരു കാലം വരെ. അപ്പൊ ആ സമയത്തൊക്കെ ഉള്ള കുട്ടികൾ ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. ഭയങ്കര ക്ഷീണാണ്, ഒന്നിനും ഉന്മേഷക്കുറവാണ്, ഒന്നും ചെയ്യാൻ ഒരു താല്പര്യമില്ല, പഠിക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഇങ്ങനത്തെ ആണെങ്കിൽ അവരിൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കൂടി സസ്പെക്ട് ചെയ്യണം, ഇത് അവർക്ക് രക്തക്കുറവിന്റെ ഒരു ലക്ഷണമാണോ ഈ കാണിക്കുന്നത്. കാരണം കൃത്യമായ അളവിൽ അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ശരീരം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു മൂഡിലൊന്നും ആയിരിക്കില്ല അവരുണ്ടാവുക. അവർക്ക് ഒരുപാട് സ്ട്രെസ്സുകളായിരിക്കും. എന്റെ മുഖത്ത് കുരു വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് വരുന്നുണ്ട്, ഇത് വരുന്നുണ്ട്, എന്റെ ബോഡി അങ്ങനെയല്ല ഇങ്ങനെയല്ല, ആ ടൈപ്പ് ഓഫ് ചിന്തകളിലൂടെ ഒക്കെ, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയിൽ അങ്ങനത്തെ പല പല ടൈപ്പ് ഓഫ് ചിന്തകളിലൂടെ കടന്നു പോകുന്ന ഒരു സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ അവർക്ക് സ്ട്രെസ്സിന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പൊ ഇതായിരിക്കാം കണ്ടീഷൻ എന്നുള്ളത് ഉമ്മമാരൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ നമ്മളിപ്പോ പറഞ്ഞു വന്നത് ഇതാണ് ഒരു ലക്ഷണം, അതായത് ഭയങ്കരമായ തളർച്ച, ക്ഷീണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ലക്ഷണം, കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത്. രണ്ടാമത്തേതായിട്ട് പറയുന്നത് സ്ത്രീകളില് പറയുന്നതാണ് മുടികൊഴിച്ചിൽ എന്ന് പറയുന്നത്. നമുക്ക് ചിലപ്പോ ചില ആളുകളൊക്കെ പറയാറുണ്ട്, ബാത്റൂമിൽ ഫുള്ള് എന്റെ മുടിയാണ്, എവിടെ പോയാലും മുടിയാണ്, മുടി കൊഴിഞ്ഞിട്ട് ഒരു സ്വൈര്യമില്ല, അങ്ങനെയൊക്കെ പറയുന്ന ഉമ്മമാരെ കാണാറുണ്ട്, അല്ലെങ്കിൽ പെൺകുട്ടികളെ കാണാറുണ്ട്.
അപ്പം ഇതിന്റെയൊക്കെ കോമൺ കാരണം മുടികൊഴിച്ചിലിന് ഒന്ന് രക്തക്കുറവാണ് കാരണമെങ്കിൽ അതുപോലെ തന്നെ പല കാരണങ്ങളുണ്ട്. അതിൽ എല്ലാ കാരണങ്ങളിലും കോമൺ ആയിട്ട് വരുന്നത് ഭക്ഷണത്തിലുള്ള ഇംബാലൻസസ് ആണ്. ഭക്ഷണം മര്യാദക്ക് പുവർ ഡയറ്റ് ആണ് ഹെയർ ലോസിന്റെ മെയിൻ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഹെയർ കെയറിന്റെ കുറവാണ്. ആവശ്യമായ അളവിലുള്ള കെയർ ഹെയറിന് കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം. എങ്കിൽ ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ എന്ന് പറയുന്നത് ഒരുപാട് ന്യൂട്രിയൻസ് ആവശ്യമായിട്ടുള്ള, അത് ഗ്രോ ചെയ്യാൻ അതിന് ന്യൂട്രിയൻസ് ആവശ്യമുണ്ട്. അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള മുഴുവൻ അവയവങ്ങളിലേക്കും ന്യൂട്രിയൻസ് എത്തിയതിനു ശേഷമൊക്കെയാണ് നമ്മുടെ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തൊരു ഓർഗൻ ആയിട്ടുള്ള ഹെയറിലേക്കൊക്കെ എത്തുള്ളൂ. അപ്പൊ ആവശ്യമായ അളവിൽ പോഷകങ്ങൾ ഇല്ലെങ്കിൽ ഹെയറിലേക്കൊന്നും എത്തൂല. അപ്പം ഹെയർ എന്ത് ചെയ്യില്ല, ആരോഗ്യമായ രീതിയിൽ വളരാത്തത് കൊണ്ട് അതിന് എന്താണ് ലോസ് സംഭവിക്കാം, പൊട്ടല് സംഭവിക്കാം, അതിന്റെ ഹെൽത്ത് കുറഞ്ഞു പോകാം. അപ്പം ഇതിന്റെ മെയിൻ ഹെയർ ലോസിന്റെ മെയിൻ കാരണം, ഹെയർ ഫോളിന്റെ കാരണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രക്തക്കുറവിനെ കാണാം. അപ്പം ഇതില് പരിഹരിക്കാൻ നമുക്ക് ഇപ്പൊ തന്നെ പറയുകയാണെങ്കിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ ഹെയർ മസാജ്, ഹെയറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഹെയർ കെയറിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്, ഹെയർ മസാജ് എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമുക്കൊരു റിലാക്സേഷൻ ആണ്. അതുപോലെ തന്നെ ഹെയറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടാനും വളരെ നല്ലതാണ്. അതിന്റെ ഇടയിലൊന്ന് പറഞ്ഞതാണ്. ബാക്കി നമ്മൾ ഇതിന്റെ മാനേജ്മെന്റ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞത് ഹെയർ ലോസ് ആണ്. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ നഖങ്ങളിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. നഖങ്ങളുടെ ഹെൽത്ത് വളരെയധികം കുറഞ്ഞ് നഖം വളരെ ബ്രിട്ടിൽ ആയിട്ട് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള നഖം, അല്ലെങ്കിൽ നഖങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ പൊട്ടുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഡ്രൈ ആയ പോലത്തെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ നഖം ഇങ്ങനെ സ്പൂണിങ് എന്ന് പറയും, കൊയിലോനൈക്യ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ് മെഡിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ. അതായത് ഈ നഖത്തിന്റെ ഇതിങ്ങനെ കുഴിഞ്ഞു പോയിട്ടുണ്ടാവും. അത് സിവിയർ കണ്ടീഷനിലാണെങ്കിൽ അതിന്റെ ഒരു ചെറിയൊരു ഇതെന്ന് പറയുന്നതാണ് എന്ത്, ഈ നഖത്തിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ പൊട്ടുന്ന പോലെ, അല്ലെങ്കിൽ നഖം പെട്ടെന്ന് തന്നെ പൊട്ടി പോകുന്ന ഒരു അവസ്ഥ. ഇതൊക്കെ എന്താണ്, അനീമിയന്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കൈയിന്റെ ഇവിടെയൊക്കെ എന്താണ്, ഒരു രക്തം കുറവ് നമുക്ക് ഇങ്ങനെ തൊട്ടാൽ തന്നെ മനസ്സിലാവും. ബ്ലഡ് ഇല്ലാത്ത, ഇങ്ങനെ തൊടുമ്പോൾ ഡോക്ടേഴ്സ് തന്നെ, നമ്മൾ തന്നെ ചിലപ്പോൾ ഡോക്ടറെ അടുത്ത് പോയ ഡോക്ടർ ഇങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നെക്കി നോക്കുന്നൊക്കെ കാണും. അപ്പൊ അവിടെ ബ്ലഡിന്റെ കുറവ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അതുപോലെ തന്നെ കണ്ണിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്ത്, അവിടെ ഭയങ്കര പെയിൽ ആയിട്ട് വളരെ ലൈറ്റ്, ആ റെഡ് കളർ ഒന്നും കാണാതെ ഒരു വൈറ്റിഷ് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അത് വളരെയധികം അനീമിക് ആണെങ്കിലാണ് നമുക്ക് അതൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ അപ്പൊ അതാണ് നെക്സ്റ്റ് ആയിട്ട് പറയുന്നത്. പിന്നീട് അയൺ ഡെഫിഷ്യൻസി അനീമിയയിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് എന്ത്, ഈ മണ്ണ് പോലെയുള്ള സാധനങ്ങൾ, അൺകോമൺ ആയിട്ടുള്ള മണ്ണ്, അതുപോലെ അരി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനോടൊക്കെ ഭയങ്കര ഒരു പൂതി വരിക. ഇതിങ്ങനെ ഇടക്കിടക്ക് എടുത്ത് കഴിക്കുക. ചില കുട്ടികളൊക്കെ കാണാം എടുത്ത് ഇങ്ങനെ കഴിക്കുന്നത്, മണ്ണിന്റെ കഷ്ണം, അല്ലെങ്കിൽ അരിയൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇതൊരു എന്തോ ഒരു ഡെഫിഷ്യൻസിയുടെ തുടക്കമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെയാണ് ഈ ഒരു അൺകോമൺ ആയിട്ടുള്ള സാധനങ്ങളോടൊക്കെ ഭയങ്കര ക്രേവിങ്സ് വരുന്നത്. പിന്നെ പറയാനുള്ളത്, ഇവർക്കൊരു എന്താണ്, അനീമിക് ആയ ആളുകൾക്ക് ഒന്നിനോടൊരു താല്പര്യം ഉണ്ടാവില്ല. ഭയങ്കര ഒന്നും ചെയ്യാൻ തോന്നാതെ ഇങ്ങനെ അലസമായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് രീതിയിലായിരിക്കും അവരുണ്ടാവും. ഒരു മടിയന്മാരായ രീതിയിൽ, തളർച്ച എന്നുള്ളത് പോലെ തന്നെ ഒന്നിനോടും താല്പര്യം ഉണ്ടാവില്ല. എല്ലാത്തിനോടും ഒരു താല്പര്യക്കുറവായിട്ട്, ഒരു ഉന്മേഷം ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് രീതിയിലാണ് അവരുണ്ടാവുക. പിന്നീട് പറയുന്നത് ഹെയർ ലോസ് നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മളിപ്പോ പറഞ്ഞത് ഹെയർ ലോസ് പറഞ്ഞു, പിന്നെ ക്ഷീണം പറഞ്ഞു, തളർച്ച പറഞ്ഞു, ഇതുപോലെ ബ്രെയിൻ ഫോഗ്, അതാണ് ഒന്നിനോടൊരു താല്പര്യം ഇല്ലാതെ ഒരു മന്ദമായ ഒരു അവസ്ഥ, അത് പറഞ്ഞു. അതുപോലെ നഖത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. ഇതൊക്കെയാണ് മെയിൻലി കോമൺ ആയിട്ട് കാണപ്പെടുന്ന ലക്ഷണങ്ങൾ. ഇനി വൈറ്റമിൻ ഡെഫിഷ്യൻസികൾ, വേറെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കൊണ്ടൊക്കെ ആണെങ്കിൽ കോമൺലി കാണപ്പെടുന്ന ഒരു ലക്ഷണമാണ് എന്ത്, വായയിൽ പുണ്ണ് വരിക, അല്ലെങ്കിൽ ഭക്ഷണം ഒന്നും കഴിക്കുമ്പോഴത്തേനും പുണ്ണിന്റെ പ്രശ്നം, വായിൽ ഫുള്ള് മുറിയാവുന്നത്. ഈ ഒരു കണ്ടീഷനൊക്കെ ആണെങ്കിൽ ഇത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ആണ്. നമ്മൾ പുണ്ണുകൊണ്ടൊക്കെ ഡോക്ടറെ അടുത്ത് പോയാൽ ഡോക്ടർ ചിലപ്പോൾ നമുക്ക് തരുന്നത് ഒരു ബി കോംപ്ലക്സിന്റെ ടാബ്ലറ്റ് ആയിരിക്കും. അപ്പം ഇതെന്തുകൊണ്ടാണ് വെച്ചാൽ ഈ പുണ്ണ് കോമൺലി വരുന്നത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കൊണ്ടാണ്. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് അനീമിയ വരാനും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ പുണ്ണൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതിനുള്ള എന്താണ്, നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ നമ്മൾ, ഇതൊക്കെ ഒരു ലക്ഷണമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട്
ഇടക്കിടക്ക് നമുക്ക് പുണ്ണ് ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കുന്ന ഫുഡിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായ രീതിയിലുള്ള ന്യൂട്രീഷൻ ഉള്ള ഫുഡ് നമ്മൾ കഴിക്കണം എന്നുള്ളതിനുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ് നമ്മളെ ബോഡി നമുക്ക് തരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എനിക്ക് എപ്പോഴും എന്താ ഇങ്ങനെ വരുന്നത് ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നതിന് പകരം ഞാൻ കഴിക്കുന്ന രീതികളോ അല്ലെങ്കിൽ എൻ്റെ ശരീരം എന്താണ് എൻ്റെ ഭക്ഷണത്തിന്റെ രീതികൾ, എൻ്റെ ജീവിത രീതികൾ ഇതൊക്കെ മാറ്റുന്ന സമയത്ത് ഒന്ന് മാറ്റി നോക്കിയാൽ ചിലപ്പോൾ മാറാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ആ ഒരു മാനേജ്മെന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങള്, കാരണങ്ങള്, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പം കയ്യിലും കാലിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു തരിപ്പ് ഇല്ലെങ്കിൽ ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ, തരിപ്പ് പോലെ ചില സമയത്ത് അനീമിയയിൽ അല്ലെങ്കിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയിൽ നമുക്ക് കാണാം. ഇതും എന്താണ് അനീമിയയുടെ ഒരു ലക്ഷണമാണ്. എല്ലാ തരിപ്പും അനീമിയ ആണ് എന്നല്ല പറയുന്നത്, പക്ഷെ ഒരു ടൈപ്പ് ഓഫ് തരിപ്പില് ടിംഗ്ലിംഗ്, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കുത്തല് പോലെ അല്ലെങ്കിൽ ഒരു തരിപ്പ് പോലെ ഫീൽ ചെയ്യുന്നതും അനീമിയന്റെ ഒരു ലക്ഷണമാണ്. വേറെ ഷുഗർ പ്രമേഹ രോഗികൾക്ക് അതുപോലെ വേറെ കണ്ടീഷനിലും നമുക്ക് ഈ ഒരു തരിപ്പ് കാണാമെങ്കിലും അനീമിയ ഉള്ള ആളുകളിലും എന്താണ് ഇപ്പൊ വളരെ ചെറിയ ആളുകളിലൊക്കെ ഈ ഒരു തരിപ്പിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കാലൊക്കെ പെട്ടെന്ന് തന്നെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇതുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കണം, എന്ത് രക്തക്കുറവ് വല്ലതും ഉണ്ടാവോ എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ മാനേജ്മെന്റ് സൈഡിലേക്ക് നമുക്ക് പോവാം. നമുക്ക് എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മെയിൻലി സ്ത്രീകളാവുന്ന നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് പോവാം. അപ്പം ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ പരമാവധി നല്ല രീതിയിൽ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഫാമിലീനെ ആണെങ്കിലും നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ, ആസ് എ ഫീമെയിൽ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫാമിലി ഒരു ഹെൽത്തി ആയിട്ട് ഉണ്ടാവുള്ളൂ. നമ്മൾ ഓക്കെ ആണ്, നമ്മൾ മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഓക്കെ ആണെങ്കിലാണ് നമ്മുടെ ബാക്കിയുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിലുള്ള ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് വേണ്ട രീതിയിലുള്ള കെയർ നമ്മൾക്ക് കൊടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അത്രയും ഹെൽത്തി ആയിരിക്കണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ ഫാമിലി ഹെൽത്തി ആയിട്ടുണ്ടാവുള്ളൂ. ഒരു ഹെൽത്തി ഫാമിലി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്തി മദർ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഫീമെയിൽ അതിന്റെ പിന്നിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് എന്ത് ചെയ്യുക, ഓരോ ഉമ്മമാരും അല്ലെങ്കിൽ ഓരോ സ്ത്രീകളും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോ എന്താണ് വേണ്ടത്, അവനവന്റെ സെൽഫ് കെയറിന്, അവനവന്റെ ഹെൽത്തിന്, അവനവന്റെ ഫിസിക്കൽ ആണെങ്കിലും മെന്റൽ ആണെങ്കിലും ഉള്ള ആ ഒരു ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ഫീമെയിൽസ് എന്ന് പറയുന്നത് അവരുടെ ഒരു സൈക്കോളജിക്കലി അല്ലെങ്കിൽ അവരുടെ പ്രകൃതം എന്ന് പറഞ്ഞാൽ തന്നെ ബാക്കിയുള്ളവർക്ക് എത്രത്തോളം കെയർ കൊടുക്കാൻ പറ്റുമോ അത്രയും കെയർ കൊടുക്കുക ഒരു മാനസികമായ പ്രകൃതമാണ് പൊതുവെ സ്ത്രീകൾക്കുള്ളത്. അപ്പൊ നമുക്ക് അത്രയും നല്ല രീതിയിൽ നമുക്ക് കെയർ കൊടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കെയർ ചെയ്യണം. ഞാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്റെ ചുറ്റുമുള്ളവർ ഉണ്ടാവൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കാരണം സ്ത്രീകൾ പൊതുവെ എന്താണ് അവരുടെ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ കെയറിന്റെ കാര്യത്തിലാണെങ്കിലും, കാരണം ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് തലയിൽ ഉണ്ടാവും, വീട്ടിലെ കാര്യങ്ങൾ, മക്കളെ സ്കൂള്, അത് ഇത്, ഹസ്ബൻഡ് ജോബ്, ഇങ്ങനെ പല പല കാര്യങ്ങൾ തലയിൽ ഉണ്ടാവുന്ന സമയത്ത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഉറങ്ങാം, ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വെള്ളം കുടിക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് പൊതുവെ ഫീമെയിൽസ് ഉണ്ടാവാറുള്ളത്. അപ്പം ഇതിൽ നിന്ന് മാറിയിട്ട് ഞാൻ ഫുഡ് കഴിച്ച് ഞാൻ ഹെൽത്തി ആയാൽ എനിക്ക് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കാൻ പറ്റും, അപ്പൊ നമ്മുടെ സ്ട്രെസ് ഒക്കെ കുറയുമോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് മാറാം. ഒരു ഹെൽത്തി മൈൻഡ് സെറ്റും ഹെൽത്തി ലൈഫ് സ്റ്റൈലും നമ്മൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പോ അനീമിയ എന്ന് പറയുന്നത് ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ ഫീമെയിൽസിൽ ഒരുപാട് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ആണെങ്കിലും അതുപോലെ പല പല കണ്ടീഷൻസ് ഫീമെയിൽസിൽ മാത്രം കോമൺ ആയിട്ടുള്ള ഒരുപാട്, ഫീമെയിൽസിന്റെ ഈ ഒരു അശ്രദ്ധ കാരണം മാത്രം വരുന്ന ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റ ഒരു കാര്യം റെഡിയാക്കി കഴിഞ്ഞാല് ഏകദേശം എല്ലാ കാര്യങ്ങളും റെഡിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഇതിന് മെയിൻ ഫസ്റ്റ് ഫോക്കസ് എന്ന് പറയുന്നത് ഇതന്നെയാണ്, ഹെൽത്തി മൈൻഡ് സെറ്റ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റ് ആണ്. ഡയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതികളാണ്. ആദ്യം ഭക്ഷണ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അനീമിയയിൽ കഴിക്കേണ്ട ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ അതിലേക്ക് നമുക്ക് വരാം. ആദ്യം ബേസിക് കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാം.
കൃത്യമായ അളവിൽ ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിൽ തന്നെ എന്തുണ്ട്, മൈക്രോ ന്യൂട്രിയൻസ്, മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് മാക്രോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ മെയിൻ കോഴ്സ് ആയിട്ടുള്ള ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട സാധനങ്ങൾ. അതിന്റെ കൂടെ മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ട് പറയുന്ന അല്ലെങ്കിൽ ചെറിയ അളവിൽ ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മളിപ്പോ ഈ പറഞ്ഞ അയൺ ആയിക്കോട്ടെ, മാംഗനീസ്, സിങ്ക്, മാഗ്നീഷ്യം, അങ്ങനെയുള്ള മിനറൽസ്, വൈറ്റമിൻസ്, ഇതൊക്കെ. അപ്പം ഈ ഒരു മെയിൻ കോഴ്സ് കഴിക്കുന്ന സമയത്തും ഇതിന്റെ കുറിച്ച് നമ്മുടെ ഒരു മെയിൻ ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് പ്ലേറ്റ് എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം. നമുക്ക് ധാരണ ഉണ്ടെങ്കിലാണ് നമ്മുടെ ഫാമിലിയിൽ ആർക്കാണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലേറ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. കാരണം ഫുഡിന്റെ ഒരാൾ എന്ത് ഫുഡ് കഴിക്കണം, വീട്ടിലുള്ള ആൾ എന്ത് ഫുഡ് കഴിക്കണം എന്ന് തീരുമാനിക്കുന്ന ആള് നമ്മളാണ്. ഏത് ടൈപ്പ് ഓഫ് ഹെൽത്തി ഫുഡ് ആയിരിക്കണോ, ആ ഫുഡിൽ എന്തൊക്കെ മിനറൽസ് ഉൾപ്പെടണം, എന്തൊക്കെ വൈറ്റമിൻസ് ഉൾപ്പെടണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആളെന്ന് പറയുന്നത് ആ വീട്ടിലുള്ള ഉമ്മയാണ്. അവിടെ ഫുഡ് പാകം ചെയ്യുന്ന ആളാണ്, മോസ്റ്റ്ലി ഉമ്മമാരാണല്ലോ. അപ്പോ നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഹെൽത്തി ഡയറ്റ് നമ്മൾ ആ ഒരു ശീലം ഉണ്ടാക്കിയെടുത്താൽ, അതിനെക്കുറിച്ച് കുറച്ച് ധാരണ ഉള്ള ആളുകളായാൽ മാത്രമാണ് നമ്മുടെ ഫാമിലിക്കാണെങ്കിലും നമ്മൾക്കാണെങ്കിലും ഗുണമുള്ളൂ. അപ്പം ഈ ഒരു ഇതിലാണെങ്കിൽ ഇപ്പോ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് എത്ര വേണം, അപ്പോ എന്തൊക്കെ ഇത് ശ്രദ്ധിക്കണം. അതായത് ഫുഡില് കാർബോഹൈഡ്രേറ്റ് അതുപോലെ പ്രോട്ടീൻസിന്റെ അളവ് എത്ര വേണം എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. അപ്പം പിന്നെ ഈ ഒരു അനീമിയയിലോട്ട് വരികയാണെങ്കിൽ, അനീമിയയിൽ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് അയൺ കണ്ടന്റ് കൂടിയ ഭക്ഷണങ്ങളായിട്ടുള്ള ചീരയാണ് മെയിൻ. കോമൺ ആയിട്ട് ചീര വളരെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബീട്രൂട്ട് എന്ന് പറയുന്നത്, ബീട്രൂട്ടും വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ ഹണി എന്ന് പറയുന്നത് തേന്. രാവിലെ നമ്മൾ വെറും വയറ്റില് നമ്മളൊരു ശീലം ഉണ്ടാക്കി എടുക്കുന്നത് നമ്മുടെ വൈറ്റമിൻസ്, നമ്മൾ അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉള്ള ആളുകൾക്ക് അയണിന്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സിയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് അതിന്റെ കൂടെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അബ്സോർപ്ഷൻ നടക്കുന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഹണി വളരെ നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ ചെറുനാരങ്ങ നല്ലൊരു ഓപ്ഷനാണ്. അപ്പം നമ്മൾ രാവിലെ ഒരു ചെറിയൊരു ഇളം ചൂട് വെള്ളത്തിൽ കുറച്ച് ഒരു ടീസ്പൂണ് തേനും കുറച്ച് ലെമണിന്റെ കുറച്ച് ചെറുനാരങ്ങ നീരും അതിലേക്ക് ഒരു ചെറിയൊരു ജിഞ്ചറിന്റെ കഷ്ണം കൂടി ഇട്ടാൽ നല്ലതാണ്. വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഈ ഒരു സാധനം ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഇതെടുത്ത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അനീമിയ ഉള്ള ആളുകൾക്ക് ഈ ഒരു ഹണിയിൽ നമുക്ക് ഒരുപാട് സിങ്ക് ആയിക്കോട്ടെ, മഗ്നീഷ്യം ആയിക്കോട്ടെ, ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ള മിനറൽസ് ഉള്ള ഒരു സാധനമാണ്. അപ്പൊ ഇത് രാവിലെ ഏർലി മോർണിംഗ് കഴിക്കുന്ന സമയത്ത് നമ്മൾ അന്ന് കഴിക്കുന്ന ഫുഡിന്റെ അബ്സോർപ്ഷൻ ഒക്കെ കൂടാൻ നല്ലതാണ്. അതുപോലെ ബീട്രൂട്ട് ആണെങ്കിലും അയൺ കണ്ടന്റ് ആയിക്കോട്ടെ, ബ്ലഡിന്റെ കണ്ടന്റ് ആയിക്കോട്ടെ, ബ്ലഡ് കൂടാനൊക്കെ വളരെ സഹായിക്കുന്ന ഒരു സാധനമാണ് ബീട്രൂട്ട്. ഒരു ദിവസം ബീട്രൂട്ട് നമ്മൾ ഉപ്പേരി വെച്ച് കഴിക്കാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജ്യൂസ് അടിച്ച് കുടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ABC ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവമൊക്കെ ഉണ്ട്. ആപ്പിള്, ബീട്രൂട്ട്, ക്യാരറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സാധനം. ഇതൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അനീമിയ ഉള്ള ആളുകൾക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതുപോലെ ചീരയാണെങ്കിലും നമുക്ക് ഉപ്പേരി വെച്ച് കഴിക്കാം. അതുപോലെ ചീര കഴിക്കാത്ത ആളുകളാണെങ്കിൽ നമുക്ക് ദോശയിലോ ചപ്പാത്തിയിലോ ഇതിലൊക്കെ എന്ത് ചെയ്യാം, ഇതിന്റെ ജ്യൂസ്, ഇതിന്റെ പ്യൂരി ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പം ഇതുപോലെയൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ വളരെ ബുദ്ധിപരമായിട്ട്, കുട്ടികൾക്കാണെങ്കിലും ബുദ്ധിപരമായിട്ട് നമ്മൾ ഡയറ്റ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുട്ട. ഇപ്പോ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് മുട്ടയുടെ മഞ്ഞ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പാല് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഇപ്പോ പോത്തിന്റെ അല്ലെങ്കിൽ കോഴീന്റെ ഒക്കെ ലിവർ, ഈ ലിവർ ഉണ്ടല്ലോ നമ്മൾ കഴിക്കുന്നത്, ആ ലിവർ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ പഴം, വെളുത്തുള്ളി, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉള്ള ആളുകളാണെങ്കിൽ, ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഉള്ള ആളുകൾക്കാണെങ്കിൽ ചീര വളരെ നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ ബ്രോക്കോളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ട്, അത് വേവിച്ച് കഴിക്കുന്നത്, സാലഡൊക്കെ ആക്കി കഴിക്കുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. വെണ്ടക്ക, കക്കിരി, ബീൻസ്, തക്കാളി, ക്യാരറ്റ്, നെല്ലിക്ക, ഇതുപോലുള്ള ബീട്രൂട്ട്, ഇതൊക്കെ വളരെ നല്ലൊരു ഓപ്ഷനാണ് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഉള്ള ആളുകൾക്ക്. അയൺ ഡെഫിഷ്യൻസിക്ക് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡയറ്റ് അപ്പോൾ ഇതുപോലെയാണ്, കൃത്യസമയത്ത് കഴിക്കാനും അതുപോലെ വെള്ളം നന്നായിട്ട് കുടിക്കാനും ശ്രദ്ധിക്കുക. ഹൈഡ്രേറ്റ് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രീത്തിങ് ഒക്കെ ഒന്ന് എഫക്റ്റീവ് ആവാൻ, അല്ലെങ്കിൽ കൃത്യമായ ഓക്സിജന്റെ അളവൊക്കെ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ബ്രീത്തിങ് എക്സസൈസസ് ചെയ്യുന്നത് അനീമിയ ഉള്ള ആളുകൾക്ക് വളരെ നല്ലതാണ് രാവിലെ. അതുപോലെ നമ്മുടെ സ്ട്രെസ് റിലീവ് ചെയ്യാനും നമുക്ക് ഈ ഒരു ബ്രീത്തിങ് എക്സസൈസസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്.
അതുപോലെ നമ്മളെ ഒന്ന് നമ്മുടെ മെന്റലി നമ്മൾ ഹെൽത്തി ആവുമ്പോഴാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ന്യൂട്രിയൻസ് കൃത്യമായ അളവിൽ അബ്സോർബ് ചെയ്ത് എടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ വളരെ സ്ട്രെസ്ഡ് ആയിട്ട് വളരെ മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വരുന്ന സ്ട്രഗിൾസിനെ ഒന്നും കൃത്യമായ രീതിയിൽ ഫേസ് ചെയ്യാനൊന്നും നമുക്കൊരു കഴിവില്ലാത്ത ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും അത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ആവശ്യമായ രീതിയിൽ എന്തെയില്ല, ആവശ്യമായ പോലെ എന്തെയില്ല, അത് എഫക്ട് ചെയ്യൂല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ മെന്റൽ ഹെൽത്ത് നമ്മൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് കെയർ ചെയ്യണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെഡിറ്റേഷൻസ് ഒക്കെ ട്രൈ ചെയ്യാം. അതുപോലെ അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ചിന്തകളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ശ്രമിക്കാം എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ഹെൽത്തിനെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ നമ്മളെ സഹായിക്കുന്നുള്ളതാണ്. ഹെൽത്ത് ഏറ്റവും മെച്ചപ്പെട്ട് വരുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടും, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഒരു പരിധി വരെ ഈ കാര്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല. അതുപോലെ പീരിയഡ്സ് ഉള്ള സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ബ്ലഡ് കൂടാനുള്ള രീതിയിലുള്ള എന്താണ്, പീരിയഡ്സ് ഉള്ള സമയത്താണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും രാവിലെ 2 ഈത്തപ്പഴം കഴിക്കാം, കുതിർത്ത മുന്തിരി കഴിക്കാം. ഇതൊക്കെ നമുക്ക് നോർമലി ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാം, ചീര കഴിക്കാം, അല്ലെങ്കിൽ ജ്യൂസുകൾ. പീരിയഡ്സ് ഉള്ള സമയത്താവുമ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്യാ, കുറച്ചും കൂടി സ്വന്തത്തിനൊന്ന് കെയർ ചെയ്യുക, ആവശ്യമായ രീതിയിലുള്ള വെള്ളം കുടിക്കുക, ആവശ്യമായ റെസ്റ്റ് എടുക്കുക. ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മളെ ബോഡീനെ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ, നമുക്ക് അത്യാവശ്യമായ ഒരു സാധനമാണ് നമ്മുടെ ബോഡി എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ, ഈ ടൈപ്പ് ഓഫ് ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വരാതിരിക്കുന്ന വലിയ വലിയ കാര്യങ്ങളിലേക്ക് വലിയ വലിയ ഡിസീസിലേക്ക് നമ്മളെ നയിക്കുന്ന ഈ ചെറിയ ചെറിയ കണ്ടീഷൻസിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ താക്കോല് നമ്മളെ കയ്യിൽ തന്നെയാണ് കിടക്കുന്നത്. അത് നമ്മൾ മെയിൻലി നമ്മുടെ ഫുഡാണ്, പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കണ്ടീഷൻസിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് വിട്ടു നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഇത്രയൊക്കെയാണ് അനീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന കണ്ടീഷൻസിനെ കുറിച്ച് ചെറിയ രീതിയിൽ ഉള്ള സമയത്തിൽ ഒരു സ്പീഡിലൊന്ന് ഓടിച്ചു വിട്ടതാണ്. ഇനി നിങ്ങൾക്ക് സമയം ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള ഒരു ടൈമും കൂടിയാണ് ഇത്. എന്റെ ആവുന്ന വരെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും ക്ലിയർ ആവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, താങ്ക് താങ്ക് യു യു സോ ഹിബ മച്ച്. മാം. അപ്പൊ നമ്മുടെ ആ ഒരു എന്താ പറയാ അയൺ ഡെഫിഷ്യൻസി നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരുപാട് മേഖലയിലൂടെ കടന്നുപോയി എന്നുള്ളതാണ് അല്ലെ. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒരു ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഇവര് ചോദിക്കട്ടെ, നമുക്കൊരു മിനിറ്റും കൂടിയാണ് ഉള്ളത്. അപ്പോ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഇവര് സംശയങ്ങൾ ചോദിക്കും, ഞാൻ മാമിനെ അയച്ചു തരാം, അതിനനുസരിച്ചുള്ള മറുപടികൾ കൊടുത്താൽ മതി. എന്തായാലും നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. നമ്മളെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രം വരുന്ന ഒരു പ്രശ്നം എത്രത്തോളം വലിയ എഫക്റ്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത് പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ആഴ്ചകൾ തോറും നടന്നു വരുന്ന ഈ ഫ്രീ ഫീൽഡ് ടോക്ക് ഇന്നത്തെ ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.